ഇത് നമുക്കൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാം. ഒരു സ്പെഷ്യൽ മാങ്ങാച്ചാർ, കൂട്ടുമാങ്ങാച്ചാർ എന്നൊക്കെ പറയാം. അങ്ങനെ മാങ്ങ എടുത്ത് ഇതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. വേണമെങ്കിൽ 2 പീസാക്കാം. അപ്പം ഞാൻ 2 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മാങ്ങയെല്ലാം കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലോട്ട് ഇനി 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ഒരു 10-12 വറ്റൽമുളക് ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഉടനെ തന്നെ എണ്ണയിൽ നിന്ന് മാറ്റണം. പിന്നെ അതേ എണ്ണയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയും ഉലുവയും കടുകും വറ്റൽമുളകും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ടൊന്നും പൊടിഞ്ഞു വരണ്ട, ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്തിട്ട് ഈ മാങ്ങയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ടതൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി കൂട്ടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.